ബ്രദറിന്റെ പേര് അജയ് ഘോഷ് എന്നാണ്. വാരാപ്പുഴ എറണാകുളത്തു നിന്നാണ് വരുന്നത്. വാരാപ്പുഴയിൽ നിന്നാണ് വരുന്നത്, എറണാകുളം. ഓക്കെ. പണി സൈറ്റിൽ വെച്ച് ഈ ബ്രദർ വീണപ്പം കാലിന്റെ ഉപ്പൂറ്റിയുടെ എല്ല് പൊട്ടി. കാലിന്റെ ഉപ്പൂറ്റിയുടെ എല്ല് പൊട്ടിപ്പോയി. അത് മൊട്ടത്തോട് പോലെ പൊട്ടിപ്പോയെന്നാണ് ഈ ബ്രദർ പറയുന്നത്. ബ്രദർ എന്ന് പറഞ്ഞ എങ്ങനെ, എന്ത് സംഭവിച്ചു? ഡോക്ടർ എക്സ്ട്രാ നോക്കിയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, മൊട്ടത്തോണ്ട് പൊട്ടിപ്പോയി. അത് ബ്രദർ എവിടുന്ന് വീണത്, എന്താ സംഭവം? തേക്കാൻ വേണ്ടി നിലയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രദർ മേസ്തിരി പണി ചെയ്യുന്നയാളാണ്. മേളിൽ നിന്ന് തട്ടിൽ നിന്ന് തറ വീണതാ, കാല് കുത്തിയ വീണത്, അല്ലാതെ പുറപിടിച്ചോ മുഖപിടിച്ചോ, നേരെ കുത്തി വീണു. ഓക്കെ. ആ കാലിന്റെ അടിവശം പൊട്ടിപ്പോയി, പൊട്ടത്തൊണ്ട് പോലെ പൊട്ടിപ്പോയി. ഓക്കെ. പൊട്ടിപ്പോയി. എന്നിട്ട് എങ്ങനെയാ ഡോക്ടർ പറഞ്ഞ അപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ, പറഞ്ഞേട്ടെ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, 50,000 രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ബ്രദർ ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ദൈവരാജ്യത്തിലാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ബ്രദർ നമ്മുടെ പ്രയറിലോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അടുത്ത നിമിഷം വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ പോയി എക്സ്റേ എടുത്തപ്പോൾ ആ പൊട്ടിയ എല്ലും കൂടിയിരിക്കുന്നതായിട്ടാണ് ഈ ബ്രദർ കാണുന്നത്. ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒന്ന് എഴുന്നേറ്റ് ഒരു കൈയടി കൊടുത്ത കർത്താവിനെ. ഇത് കേട്ട മാനിപ്പുലേറ്റഡ് അല്ല എന്ന് ആരും പറയത്തില്ല. ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടേ തോന്നത്തുള്ളൂ. ഇതാരോ ഉണ്ടാക്കിയതാണ്, കാശ് കൊടുത്ത് പറഞ്ഞു ഒപ്പിച്ച കാര്യമാണ്. ബ്രദറെ, ഞങ്ങൾ കാശ് തന്നോ, വേറെ എന്തെങ്കിലും സൂത്രമാണോ ബ്രദർ ഈ വന്ന് പറയുന്നത്? ഇത്രയും വലിയ കള്ളം പറയാൻ പറ്റുമോ? ഇത്രയും വലിയ കള്ളം പറയാൻ പാടുണ്ടോ? ഒരു കള്ളവും ഇല്ല. ഇത് എടപ്പള്ളി ഹോസ്പിറ്റലാണ് ഞാൻ കൊണ്ടുവന്നത്. എക്സ്റേ കയ്യിലുണ്ടോ? എക്സ്റേ വീട്ടിലിരിപ്പുണ്ട്. ആ എക്സ്റേ ഒന്ന് കൊണ്ട് കാണിക്കണം. കാരണം ഇത് വിശ്വസിക്കാൻ നമ്മുടെ തലയ്ക്ക് പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ എന്താ കൈയടിക്കാതെ? സത്യത്തിൽ ഇത് നടന്നതാണ് എങ്കിൽ ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ കരമല്ലാതെ മറ്റാരുമല്ല. ഇത് അടുത്തിരിക്കുന്ന ആളുടെ കൈയെടുത്തിട്ട് വിശ്വാസം അത്ഭുതങ്ങളെ ചെയ്യുന്നു പറഞ്ഞു. അത്ഭുതങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല, അടയാളങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. ഇത് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായതല്ല, പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായതല്ല, പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ടായതല്ല, താൻ വിശ്വസിച്ചപ്പോൾ ഉണ്ടായതാണ്.